അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനികരെയും ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ. യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ അമേരിക്ക മാറ്റം വരുത്തിയ സ്ഥിതിക്ക് സമാനമായിരിക്കുന്ന മാറ്റങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട IRGCയുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ സൈനികരെയോ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത് എങ്കിൽ സമാനമായിരിക്കുന്ന തിരിച്ചടി അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനികർക്ക് നേരെ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം താമസിക്കുന്ന പൗരന്മാരോട് ആ മേഖലയിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകിയിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും ഇപ്പോൾ അമേരിക്കയുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതമല്ല എന്ന ബോധ്യം അവർക്ക് വന്നതിന് ശേഷം അവർ ചെയ്യുന്ന കാര്യം അവിടുത്തെ പൗരന്മാരുടെ താമസ സ്ഥലത്താണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. മാത്രവുമല്ല, പരസ്യമായ രീതിയിൽ ഇറങ്ങി നടക്കുന്ന പ്രവൃത്തികളൊന്നും ഇപ്പോൾ അമേരിക്കയുടെ പൗരന്മാർ ചെയ്യാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഭയപ്പാടുണ്ടായിരിക്കുന്നു. ഏത് തരത്തിലാണ് ആക്രമണം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ട് അവരിപ്പോൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ മറ്റുള്ള പൗരന്മാരുടെ രാജ്യത്തെ പൗരന്മാരോടൊപ്പം താമസിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇറാനാണ് ഇപ്പോഴത്തെ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എംബസി കോൺസുലേറ്റും അമേരിക്കയുടെ എംബസി കോൺസുലേറ്റ് ഒന്നും ഈ അറേബ്യൻ രാജ്യങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഏറ്റവും അടിയന്തര ഘട്ടത്തിലും അത്യാവശ്യ ഘട്ടത്തിലും തുറന്നുകൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള സർവീസ് മാത്രമേ ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ രീതി തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമില്ല എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതിനാലാണ് ഈ ഒരു അവസ്ഥയുള്ളത്. രണ്ടാം ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഹോർമുസിൻ്റെ കൊറം ദ്വീപ് അടക്കമുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ചെറിയ ആൾതാമസമുള്ള ദ്വീപിലുള്ള അമേരിക്കയുടെ ഇറാൻ്റെ സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തുന്ന പ്രവൃത്തി ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 2 ഈ ഇറാൻ സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അത്തരം ഒരു ആവർത്തനം ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈനികരെ, അതായത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന ഇടത്തെ തങ്ങൾ ലക്ഷ്യം വെക്കൂ എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള മഹാവിപത്തായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്ത് വരുന്നതിനോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടും കൂടി ഇതിനോടനുബന്ധിച്ച് വരികയാണ്. ജോർദാൻ, ഈജിപ്ത്, തുർക്കി പോലെയുള്ള രാജ്യങ്ങളിലെ അമേരിക്കയുടെ ബേസുകൾക്ക് സുരക്ഷ ഇരട്ടിയാക്കിയിരിക്കുന്നു. ഈ മേഖലയിൽ നിന്നും ഒരുപക്ഷെ ഈ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അത് ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായി പറയുകയും ചെയ്തു, ഞങ്ങളുടെ ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഞങ്ങൾക്കത് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ശത്രുവിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി നശിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മേഖല ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അത് അമേരിക്കയും ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിലവിൽ അമേരിക്കക്ക് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു പിന്തുണ അമേരിക്കയിൽ ഇപ്പോൾ ഇല്ല. അമേരിക്കൻ കോൺഗ്രസ്സിലൊക്കെ അമേരിക്കയ്ക്ക് എതിരുള്ളവരാണ് ഭരണകക്ഷിയിൽപ്പെട്ടവർ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ഭാഗത്ത് മാത്രമല്ല, പ്രതിപക്ഷ ഭാഗത്തുള്ളവർക്കൊപ്പം പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണപക്ഷം കൂട്ടുകൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അകത്തുള്ള പിന്തുണ കുറയുകയും ലോകാടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം അമേരിക്കയുടെ സൈനികർക്ക് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും അവിടെ പ്രതിപക്ഷം വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തന്നെ ഭരണപക്ഷം പ്രതിപക്ഷത്തോടൊപ്പം ചേരും. അങ്ങനത്തെ വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം ജയിച്ചു എന്ന് ആരെങ്കിലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തടിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നടക്കുന്നില്ല. കാര്യം ഒരു അക്രമത്തിന് പകരം 4 ആക്രമണം എന്ന രീതിയിൽ ഇറാൻ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റ് ആക്രമിച്ചു, ബഹ്റൈൻ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് അവിടെ തന്നെ നിൽക്കുന്നില്ല. ഇപ്പോൾ അവർ അമേരിക്കയുടെ
മറ്റ് സൈനിക ബേസുകൾ, അമേരിക്കൻ സൈനികർ താമസിക്കുന്ന ഇടങ്ങൾ, അമേരിക്കൻ സൈനിക മേധാവികൾ താമസിക്കുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഇറാൻ നടത്തുന്ന ഒരു ആക്രമണം പോലും ലക്ഷ്യം കാണാതെ പോകുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് അവർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനിക ബേസ് മാത്രമാണ് ഇതുവരെ ലക്ഷ്യമാക്കിയത്. സൈനികരെ ലക്ഷ്യമാക്കിയിട്ടില്ല. സൈനിക ബേസിൽ ഒറ്റപ്പെട്ട സൈനികരുണ്ടെങ്കിൽ അവർക്ക് നേരെ സ്വാഭാവികപരമായിട്ട് ആക്രമണത്തിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. ഇപ്പോൾ ഇറാൻ പറയുന്നത് തങ്ങളുടെ സൈനികരെ ലക്ഷ്യമാക്കിയിട്ട് അമേരിക്ക ആക്രമിക്കുന്നുണ്ട്. സൈനികരുടെ താവളങ്ങളെയും സൈനികർ താമസിക്കുന്ന ഇടങ്ങളെയും ലക്ഷ്യമാക്കിയിട്ട് അമേരിക്ക ആക്രമിക്കുന്നുണ്ട് എന്നതിനാൽ സമാനമായിരിക്കുന്ന തിരിച്ചടി അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥാ സാഹചര്യങ്ങളെ തങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരമാവധി സൈനിക ബേസിനെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും എവിടൊക്കെയാണ് അമേരിക്കയുടെ സൈനികർ താമസിക്കുന്ന ഇടങ്ങൾ എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അത് മുൻപും അതവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശാസ്ത്രജ്ഞരെക്കുറിച്ചും സൈനിക കമാൻഡർമാരെക്കുറിച്ചും സൈനികരെക്കുറിച്ചും അവരുടെ ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അറിവുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. ഞങ്ങളുടെ തോക്കിൻ്റെ മുനമ്പിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ സർവ്വദേശങ്ങളും നിലനിൽക്കുന്നത് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുകൂടി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സ്ഥിതികൾ മറ്റൊരു തലത്തിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതിനവർ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് സൈനികരെയാണ്. അവരുടെ ആയുധ സംവിധാനങ്ങൾ അഥവാ അവരുടെ ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ പോലെയുള്ള സംവിധാനത്തിന് വലിയ തകർച്ച ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അവർ യുദ്ധം നടത്തുന്നത് ആകാശ യുദ്ധമായിരുന്നു. യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് ഇറാഖിൻ്റെ ആകാശത്തിൽ നിന്ന് നടത്തപ്പെട്ട യുദ്ധമാണ് പരമാവധി ഉണ്ടായിരുന്നത്. അതിനുള്ള പ്രതികരണങ്ങൾ ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ സൈന്യം നടത്തിയത് അമേരിക്കയുടെ സൈനികർക്ക് നേരെയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സൈനിക നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഭീമമായിരിക്കുന്ന നഷ്ടമാണ് എന്ന് പിന്നീട് അമേരിക്ക അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സൈനികരുടെ മരണം അമേരിക്കയുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അന്നത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന എയർപോർട്ടിലേക്കെല്ലാം മിഡിൽ ഈസ്റ്റ് ഭാഗത്തുനിന്ന് വരുന്ന വിമാനങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് അമേരിക്കൻ സൈനികരുടെ 20 മൃതദേഹമെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ആ തരത്തിലായിരുന്നു അന്നത്തെ സംഭവങ്ങൾ. അതിൻ്റെ ഒരു തുടർചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു. അഥവാ അമേരിക്കയുടെ സൈനികർ താമസിക്കുന്ന ഇടങ്ങളെയും അതിൻ്റെ സംവിധാനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക, അഥവാ ഇറാനിൽ ഏത് തരത്തിലാണോ ആക്രമണം നടത്തുന്നത് തത്തുല്യമായിരിക്കുന്ന തിരിച്ചടി നൽകണം എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഈ യുദ്ധത്തിൻ്റെ പാറ്റേൺ തന്നെ മാറി മറിയും എന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ക്രോഡീകരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അത്തരമൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നിലവിലെ യുദ്ധ സാഹചര്യമല്ല ഉണ്ടാവുക, സാഹചര്യത്തിന് വലിയ മാറ്റങ്ങളുണ്ടാവും. പുതിയൊരു തലം സൃഷ്ടിക്കപ്പെടുന്നൊരു സ്ഥിതിയിലേക്ക് വരികയും സൈനിക നഷ്ടം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഭീകരമായിരിക്കും. അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. പല രാജ്യങ്ങളിലും അമേരിക്ക ഇടപെടുന്ന സമയത്ത് അമേരിക്കയുടെ സൈനികരെ അയക്കരുത് എന്ന് അമേരിക്കയുടെ അമേരിക്കൻ കോൺഗ്രസ് തന്നെ തീരുമാനിച്ചതാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ രാജ്യത്തിലുള്ള പ്രതിപക്ഷത്തെയോ വിമതപക്ഷത്തെയോ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആയുധം നൽകുന്ന ഒരു രീതിക്കപ്പുറം നമ്മുടെ രാജ്യത്തിലെ സൈനികരെ അയക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ രാജ്യം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു നിലപാടുണ്ട്. ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ മറ്റൊരു തലത്തിലേക്ക് യുദ്ധത്തെ എത്തിക്കുന്നത്. അഥവാ അമേരിക്കയുടെ സൈനികർ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ബേസിൽ ഉള്ളിടത്ത്